അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെ ഉത്തര കൊറിയയിൽ പ്രവേശിച്ചിരുന്നതായി റിപ്പോർട്ട്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാവികസേനാ യൂണിറ്റായ സീൽ ടീമാറിന്റെ റെഡ് സ്ക്വാഡ്രൺ സംഘം ഉത്തര കൊറിയയിലെത്തിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഭീകരൻ ഒസാമ ബിൻ ലാദനെ വധിച്ച അതേ സംഘമാണ് ഉത്തര കൊറിയയിലെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപും കിമ്മും തമ്മിലുള്ള ആണവ ചർച്ചകൾക്കിടയിലാണ് നിർണായകമായ രഹസ്യവിവരങ്ങൾ ചോർത്താൻ നാവികസേനയുടെ രഹസ്യ ഓപ്പറേഷൻ നടന്നത്. കിം ജോങ് ഉന്നിന്റെ ആശയവിനിമയങ്ങൾ ചോർത്തിയെടുക്കുന്നതിനായി ഒരു ചാര ഉപകരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ ലക്ഷ്യം. എന്നാൽ കരയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപായി യുഎസ് നാവികസേനാംഗങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ബോട്ട് കണ്ടെന്നും ഇതോടെ ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതി ആവശ്യമുള്ള ദൗത്യമായിരുന്നു അന്ന് നടത്തിയതെന്നും ദൗത്യം പരാജയപ്പെട്ടാൽ ആണവ ചർച്ചകൾ നിർത്തലാക്കപ്പെടാവുന്ന സാഹചര്യം സംഭവിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തീരുവ വർധനയിലൂടെ ഇന്ത്യക്കെതിരെ വ്യാപാരയുദ്ധം പ്രഖ്യാപിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐടി മേഖലയിൽ അടുത്ത പണിയുമായി ഉടൻ രംഗത്തെത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. യുഎസ് ഐടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിലേക്കുള്ള ഐടി ഔട്ട്സോഴ്സിംഗ് തടയാൻ ശ്രമിക്കുന്നതായി യുഎസ് വലതുപക്ഷ ആക്ടിവിസ്റ്റായ ലോറ ലൂമർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഐടി സേവനങ്ങൾക്കായി ഇനി അമേരിക്കക്കാർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും കോൾ സെന്ററുകൾ വീണ്ടും അമേരിക്കനാകുമെന്നും ലോറ ലൂമർ പരിഹാസരൂപേണ തന്റെ എക്സ്പോസ്റ്റിലൂടെ പറഞ്ഞു. തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ ഐടി സമ്പദ്വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും. യുഎസ് ഐടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ ഐടി മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന. ഗുജറാത്തിലെ പാവഗഡ് കുന്നിൽ കാർഗോ റോപ്വേ ട്രോളി തകർന്നു വീണ് അപകടം നടന്നു. കുന്നിൻ മുകളിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന റോപ്വേ ട്രോളിയാണ് കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് തകർന്നു വീണത്. അപകടത്തിൽ 6 പേർ മരിച്ചു. ശനിയാഴ്ച 3:30-യോടെയാണ് അപകടം നടന്നത്. ട്രോളി ക്യാബിനുള്ളിൽ 5 പേരുണ്ടായിരുന്നുവെന്നാണ് വിവരം. റോപ്വേയിലെ 4-ാം നമ്പർ ടവറിനടുത്ത് വെച്ച് കേബിളുകൾ പൊട്ടുകയായിരുന്നു. ഇതോടെ ട്രോളി താഴെ 1-ാം നമ്പർ ടവറിന് സമീപത്ത് വെച്ച് ഇടിച്ചു തകർന്നു. ക്യാബിനുള്ളിലുണ്ടായിരുന്ന 5 പേരും അപകടസ്ഥലത്തുണ്ടായിരുന്ന ഒരാളുമാണ് മരിച്ചത്. അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശി ഷൈജു ആണ് മരിച്ചത്. ഷൈജുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ഫൈജുവിനെതിരെയും ഉപകരിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതേസമയം മരണവും കേസും തമ്മിൽ ബന്ധമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന അർബൻ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം നിക്ഷേപകരെ വഞ്ചിച്ചെന്നാണ് പരാതികൾ. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ സിറ്റി ടൗൺ പോലീസ് സ്റ്റേഷനിൽ 23 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. മരിച്ചവരിൽ 3 പേർ പ്രദേശവാസികളും 2 പേർ കശ്മീർ സ്വദേശികളും ഒരാൾ രാജസ്ഥാനിവാസിയുമാണ്. അപകടത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കാളിക മാതാക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിനായി പ്രദേശത്ത് പാസഞ്ചർ റോപ്വേ ഉണ്ട്. എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് പാസഞ്ചർ ട്രോളി അടച്ചിട്ടിരുന്നു. ഇതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാർഗോ റോപ്വേ ഉപയോഗിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 1986-ലാണ് പ്രദേശത്ത് റോപ്വേ ട്രോളി കമ്മീഷൻ ചെയ്തത്. പാവഗഡ് റോപ്വേയിൽ 2003-ലും സമാനമായ അപകടം സംഭവിച്ചിരുന്നു. അന്ന് 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. 24 പേർക്ക് പരിക്കുമേൽക്കുകയും ചെയ്തിരുന്നു. മട്ടന്നൂരിൽ പെൺകുട്ടിയെ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. മട്ടന്നൂർ വെളിയമ്പ എളന്നൂരിൽ വൈകുന്നേരം 4-നായിരുന്നു സംഭവം. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയായ ഇർഫാനെയാണ് പുഴയിൽ വീണത്. അവധിയായതിനാൽ വെളിയമ്പയിലെ അമ്മയുടെ വീട്ടിലെത്തിയതായിരുന്നു പെൺകുട്ടി. ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോഴായിരുന്നു വീഴുകയായിരുന്നു. പെൺകുട്ടിക്കായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചു. കോഴിക്കോട്ടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഓണം ഓഫർ വരുത്തിവെച്ചത് വൻ ദുരന്തം. ഏത് വസ്ത്രമെടുത്താലും 99 രൂപ എന്ന ഓഫർ പ്രഖ്യാപിച്ചതോടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് ആയിരങ്ങൾ ഇടിച്ചു കയറിയതിനെ തുടർന്ന് കടയുടെ മുന്നിലെ ഗ്ലാസ് തകർന്നു വീണ് 10 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടം. സംഭവത്തെ തുടർന്ന് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി.
പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. നാദാപുരം കസ്തൂരിക്കുളത്തിന് സമീപത്തെ ബ്ലാക്ക് എന്ന കടയിലാണ് സംഭവം നടന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഓഫർ പ്രഖ്യാപനം. ഏതു വസ്ത്രമെടുത്താലും 99 രൂപ എന്ന് കേട്ടതോടെ ജനക്കൂട്ടം കടയിലേക്ക് ഇരച്ചുകയറി. ഇതിനെപ്പറ്റി അറിഞ്ഞതോടെ സമീപ സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ വൻ ജനക്കൂട്ടം കടയിലേക്കെത്തി. അല്പസമയം കൊണ്ട് തന്നെ കടയും പരിസരവും ജനസാഗരമായി. ഇതിനിടെ തിരക്ക് നിയന്ത്രണിതമായി. ഇതോടെയാണ് ഗ്ലാസ് തകർന്നു വീണത്. ഇതിലേക്ക് വീണും ഗ്ലാസ് കുത്തിക്കയറിയുമാണ് പരിക്കേറ്റത്. ഗുരുതരാവസ്ഥയിലായവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞെത്തിയ പോലീസാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. ആളുകൾക്ക് ഗ്ലാസിന്റെ ചില്ല് തറച്ചു കയറിയാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ദേഹമാസകെ ചില്ല് തറച്ചു കയറിയവരുമുണ്ട്. സംഭവത്തെ തുടർന്ന് പോലീസ് കടയടപ്പിച്ചു. ജനക്കൂട്ടമുണ്ടാകുമെന്നറിയാമായിരുന്നുവെങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപനമുടമകൾ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾ തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ വിവിധയിടങ്ങളിൽ നിന്ന് അനധികൃതമായി ധനശേഖരണം നടത്തുന്നുണ്ടെന്നും സമ്മതിച്ച് കനേഡിയൻ സർക്കാർ. ഖാലിസ്ഥാനി അനുകൂല ഘടകങ്ങൾ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കനേഡിയൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇന്ത്യ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കനേഡിയൻ സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് 2024 ജൂൺ 18 നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ റിപ്പോർട്ട് കനേഡിയൻ സർക്കാർ പുറത്തുവിട്ടത്. റിപ്പോർട്ടിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പഞ്ചാബിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങളെ പിന്തുണയ്ക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകൾ കാനഡയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുന്നതായും സംശയിക്കുന്നു. കനേഡിയൻ സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ പ്രേരിത വയലന്റ് എക്സ്ട്രീമിസം എന്ന വിഭാഗത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളും ഉൾപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമൊപ്പമാണ് ഖാലിസ്ഥാനി ഗ്രൂപ്പുകളായ ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ കാനഡ എന്നീ സംഘടനകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഗുർപട്വന്ത് സിംഗ് പന്നുവിന്റെ സിഖ്സ് ഫോർ ജസ്റ്റിസ് സംഘടനയെ പട്ടികയിൽ കനേഡിയൻ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഭീകരവാദ ഗ്രൂപ്പുകൾ പണം സ്വരൂപിക്കുന്നതെങ്ങനെയെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനക്കേസിൽ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഗൗരവമായ പെരുമാറ്റ ദൂഷ്യവും അധികാര ദുരുപയോഗവുമെന്ന് ഡിഐജിയുടെ റിപ്പോർട്ട്. കുറ്റാരോപിതരായ പോലീസ് ഓഫീസർമാരുടെ വീഴ്ച അക്കമിട്ട് നിർത്തുന്നതാണ് റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ ഡിഐജി റിപ്പോർട്ട് നിർണായകമായി. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. കുന്നംകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് ഗൗരവമായ സ്വഭാവത്തിലുള്ളതാണ്. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന്റെ പരാതിയിൽ കോടതി 4 പേർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട്. കുറ്റാരോപിതരായ പോലീസുകാരുടെ ഭാഗത്ത് ഗൗരവമായ വീഴ്ചയുണ്ട്. അടുത്തിടെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളും തെളിവുകളും ഉദ്യോഗസ്ഥരുടെ വീഴ്ച സാധൂകരിക്കുന്നു. പോലീസുകാർ 4 പേരും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ നടപടികൾ നേരിടുന്നു. ഈ സാഹചര്യത്തിൽ സുതാര്യമായ വിചാരണ നടക്കുന്നതിന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണം. ഇവർക്കെതിരെ നേരത്തെ എടുത്ത നടപടി പുനഃപരിശോധിക്കണം. ശനിയാഴ്ച രാവിലെയാണ് സംഭവത്തിൽ DIG ഹരിശങ്കർ ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് SI നുഹ്മാൻ, CPOമാരായ S സന്ദീപ്, ശശിധരൻ, KJ സജീവൻ എന്നിവരെയാണ് ഉത്തരമേഖല IG രാജ്പാൽ മീണ സസ്പെൻഡ് ചെയ്തത്. അതേസമയം സുജിത്തിനെ മർദ്ദിച്ച പോലീസ് സംഘത്തിലുണ്ടായിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ സുഹൈർ തദ്ദേശ വകുപ്പിലേക്ക് മാറിയതിനാൽ പോലീസ് നടപടിയിൽ ഉൾപ്പെട്ടിട്ടില്ല. 2023 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ CPO ആയിരുന്ന സുഹൈറാണ് പിന്നീട് തദ്ദേശ വകുപ്പിലേക്ക് മാറിയത്. നിലവിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. കോടതിയിൽ കേസ് നിലനിൽക്കെ പോലീസ് വീണ്ടും നടപടിയെടുക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിരുന്നു. നടപടി പുനഃപരിശോധിക്കുന്നതിൽ നിയമപരമായ അപാകതയില്ലെന്ന് നിയമോപദേശം ലഭിച്ചു. 2023 യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് കുന്നംകുളം സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റത്. കക്ഷിരാഷ്ട്രീയം പറഞ്ഞും പിണറായിയെ പറഞ്ഞും സ്ത്രീ പ്രശ്നം പറഞ്ഞും സമയം കളയാതെ ആഗോള അയ്യപ്പ സംഗമത്തിനൊപ്പം അണിനിരക്കണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളിയെ ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു. ഇതിനു പിന്നാലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. തിരിഞ്ഞുനിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുത്തുവാങ്ങും. കേരളത്തിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഒരുപാട് സമ്പത്ത് ലഭിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണിത്. ഒരുപാട് നികുതി ഇന്ത്യ സർക്കാരിന് ലഭിക്കും. വിദേശ പണം വരെ ലഭിക്കും. ടാക്സി ഓടിച്ച് ജീവിക്കുന്നവർ മുതൽ ചന്ദനത്തിരി വിൽക്കുന്നവർ വരെയുള്ള ചെറിയ തൊഴിലുകളെടുത്ത് ജീവിക്കുന്നവർക്ക് പോലും വരുമാന വർധനവ് ലഭിക്കും. ഈ സംരംഭം ഭക്തർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനെ സമ്പുഷ്ടമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭക്തരുടെയും കടമ. സാങ്കേതികമായി ചർച്ച നടത്താനും സംവാദം നടത്താനും അവസരം വരികയാണ്.
അവിടെ വന്ന് അഭിപ്രായം പറയണം. നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ നടപ്പാക്കും. ബിജെപിക്കാർ നിസ്സഹകരിക്കുമെന്ന് കേട്ടിട്ടില്ല. ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പിൻവലിക്കണമെന്ന നിലപാടാണ് യോഗത്തിനുമുള്ളത്. അതിന്റെ പേരിൽ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നത് ശരിയല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇന്ത്യയ്ക്കും യുഎസിനുമിടയിൽ മഞ്ഞുരുകുന്നതിന്റെ വാർത്തകൾ പുറത്തുവരുന്നതിനിടെ ഈ വർഷം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ക്വാഡ് ഉച്ചകോടിക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമോ എന്നതിൽ ആകാംക്ഷ വർദ്ധിക്കുന്നു. ഈ വർഷം ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യ ആതിഥേയം വഹിക്കുന്ന ക്വാഡ് ഉച്ചകോടിയുടെ തീയതി പുറത്തുവന്നിട്ടില്ലെങ്കിലും നിലവിൽ ഇന്ത്യ-യുഎസ് ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന വിള്ളൽ ക്വാഡിനെയും ബാധിക്കാം. ട്രംപ് ക്വാഡ് ഉച്ചകോടിക്ക് എത്തിയില്ലെങ്കിൽ അടുത്ത വർഷം ഡിസംബറിൽ മയാമിയിലെ ട്രംപിന്റെ ഗോൾഫ് ക്ലബിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി മോദിയും എത്തില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയും യുഎസും അംഗങ്ങളായ പ്രധാനപ്പെട്ട 2 ഉച്ചകോടികളാണ് 2025-2026 വർഷങ്ങളിലായി ഇരു രാജ്യങ്ങളും ആതിഥേയം വഹിക്കുന്നത്. ഈ മാസം അവസാനം നടക്കുന്ന UN പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന് നേരത്തെ സ്ഥിരീകരണം വന്നിരുന്നു. സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നവരുടെ പട്ടികയിൽ മോദിയുടെ പേരില്ലാതിരുന്നതോടെയാണ് മോദിയുടെ US സന്ദർശനം ഈ വർഷം ഉണ്ടാകില്ലെന്ന് ഉറപ്പായത്. വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രഭാഷകരുടെ പുതുക്കിയ താൽക്കാലിക പട്ടിക പ്രകാരം UN-ൽ പ്രസംഗിക്കുന്നത് തന്റെ വിദേശകാര്യമന്ത്രിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ജൂലൈയിൽ പുറത്തിറക്കിയ പ്രഭാഷകരുടെ മുൻ താൽക്കാലിക പട്ടിക പ്രകാരം സെപ്റ്റംബർ 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ പുതിയ പട്ടിക പ്രകാരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറായിരിക്കും സെപ്റ്റംബർ 27-ന് UN-ൽ പ്രസംഗിക്കുക. യുഎസിലേക്ക് മോദി എത്തില്ലെന്ന് ഉറപ്പായതോടെ ഈ വർഷത്തെ ന്യൂഡൽഹി ക്വാഡ് ഉച്ചകോടിക്ക് ട്രംപും എത്തില്ല. ഇന്ത്യയ്ക്ക് പുറമെ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ക്വാഡ് അംഗങ്ങൾ. നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിക്കായി ന്യൂഡൽഹിയിലെത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നതെങ്കിലും തീരുവ തർക്കത്തെ തുടർന്ന് ഇന്ത്യ-യുഎസ് ബന്ധത്തിലുള്ളഞ്ഞതോടെ ട്രംപ് പിന്മാറുകയായിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടിനെക്കുറിച്ച് ഇരു സർക്കാരുകളിൽ നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം നിലപാട് മയൽപ്പെടുത്തി ട്രംപ് രംഗത്തെത്തിയതോടെ ക്വാഡ് ഉച്ചകോടിക്ക് ട്രംപ് തീരുമാനം മാറ്റുമോ എന്നതും നിർണായകമാണ്. ക്വാഡ് ഉച്ചകോടിക്ക് ട്രംപ് വന്നില്ലെങ്കിൽ അടുത്ത വർഷം യുഎസിലെ മയാമിയിൽ നടക്കാനിരിക്കുന്ന G20 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തില്ലെന്നാണ് റിപ്പോർട്ട്. 2025 നവംബറിൽ ദക്ഷിണാഫ്രിക്ക ആതിഥേയം വഹിക്കുന്ന G20 ഉച്ചകോടിയായിരുന്നു ഈ വർഷം നടക്കാനിരുന്ന ട്രംപ് മോദി കൂടിക്കാഴ്ച. എന്നാൽ ഇസ്രയേൽ നയങ്ങളെ ചൊല്ലി ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ നടക്കുന്ന സംഘർഷം കാരണം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു. ട്രംപിന് പകരം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ നവംബർ 22-23 തീയതികളിൽ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന ഉച്ചകോടിക്ക് അയക്കാനാണ് ട്രംപിന്റെ തീരുമാനം. ഇതോടെ ഈ വർഷം മോദി ട്രംപ് ഉച്ചകോടിക്കുള്ള സാധ്യതയും അടയുന്നു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്ക് 25 കോടി രൂപ നഷ്ടമായതിനു പിന്നിൽ സൈപ്രസ് കേന്ദ്രമായ സൈബർ മാഫിയ എന്ന സംശയം. സൈപ്രസ് കേന്ദ്രമായ കോൾ സെന്ററാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചതെന്നത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് കൊച്ചി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൊച്ചി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് DCP ജുവനപ്പടി മഹേസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. സൈപ്രസ് അധികൃതരും മറ്റു രാജ്യാന്തര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇത്തരത്തിൽ സൈപ്രസ് കേന്ദ്രമായ ഒരു കോൾ സെന്ററിൽ നിന്നാണ് കൊച്ചി വ്യവസായിയെ ബന്ധപ്പെട്ടിരുന്നതും പണം തട്ടിയതെന്നുമാണ് സൂചനകൾ. കൊച്ചി എളംകുളം കുമാരനാശൻ നഗറിൽ താമസിക്കുന്ന 49-കാരനായ വ്യവസായിയെ ഡാനിയൽ എന്ന് പരിചയപ്പെടുത്തി മലയാളം സംസാരിക്കുന്ന ഒരാളാണ് പ്രത്യേക ട്രേഡിംഗിൽ നിക്ഷേപിക്കാനും ലാഭം കൊയ്യാനും പ്രേരിപ്പിച്ചത്. കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേരിലായിരുന്നു ട്രേഡിംഗ്. തുടർന്ന് ഇതേ പേരിൽ തന്നെയുള്ള ഒരു ആപ്പും വ്യവസായിയെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിച്ചു. തുടക്കത്തിൽ 1.5 കോടി രൂപ വരെ വ്യവസായിക്ക് ലാഭം കിട്ടിയെന്നാണ് സൂചനകൾ. തുടർന്ന് കൂടുതൽ പണം നിക്ഷേപിക്കാനും വിവിധ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനുമുള്ള പ്രേരണയായി. ഇത്തരത്തിൽ 2023 മെയ് മുതൽ 2025 ഓഗസ്റ്റ് 29 വരെയുള്ള സമയത്ത് 96 ഇടപാടുകളിലൂടെ 24.76 കോടി രൂപ വ്യവസായി നിക്ഷേപിച്ചു. ഇതെല്ലാം ആപ്പിൾ കൃത്യമായി കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആപ്പും ഇതിലെ വിവരങ്ങളും എല്ലാം തട്ടിപ്പായിരുന്നു എന്ന് പിന്നീടാണ് വ്യക്തമായത്. ട്രേഡിംഗ് നടത്തി പരിചയമുള്ളയാളായിരുന്നു കൊച്ചിയിൽ പണം നഷ്ടപ്പെട്ടയാൾ. ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം 50-ലേറെ പേർക്കും രാജ്യത്താകെ 1000-ലധികം ആളുകൾക്കും പണം നഷ്ടമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ ബാങ്കിന്റെ 23 അക്കൗണ്ടുകളിലേക്കാണ് കൊച്ചി വ്യവസായിയുടെ പണമെത്തിയത്. ഇതു പിന്തുടർന്നുള്ള അന്വേഷണമാണ് സൈപ്രസ് സൂചന അന്വേഷണ സംഘത്തിന് നൽകിയത്. ഇന്ത്യ പോലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യത്ത് തട്ടിപ്പ് നടത്താൻ മലയാളം സംസാരിക്കുന്നവരെ അടക്കം മാഫിയ കൂടെ കൂട്ടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ട്രേഡിംഗ് കമ്പനികളുമായി ചേർന്ന് വ്യാജ വിളംബരങ്ങൾ നൽകിയും ഈ മാഫിയ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ട്രേഡിംഗ് കമ്പനികളെ ആശ്രയിക്കുന്നവർ ഇതിൽ നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ വൻതുകയ്ക്ക് മാഫിയയ്ക്ക് മറിച്ചു വിൽക്കുന്നതാണ് ഈ ഇടപാട്. ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപകരെ തേടി കോൾ സെന്ററിൽ നിന്ന് വിളികൾ എത്തുന്നതും. വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ
കൊച്ചിയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്ക് 25 കോടി രൂപ നഷ്ടമായതിന് പിന്നിൽ സൈപ്രസ് കേന്ദ്രമായ സൈബർ മാഫിയയെന്ന സംശയം. സൈപ്രസ് കേന്ദ്രമായ കോൾ സെന്ററാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചത് എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് കൊച്ചി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൊച്ചി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് DCP ജുവനപ്പടി മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. സൈപ്രസ് അധികൃതരും മറ്റു രാജ്യാന്തര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഭവത്തിൽ ഈ മാഫിയയുടെ ഭാഗമായി മലയാളികളുടെ പങ്കും സംശയിക്കുന്നുണ്ട്. കള്ളപ്പണ ഇടപാട്, ക്രിപ്റ്റോ കറൻസി, വ്യാജ നിക്ഷേപ പദ്ധതികൾ, വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് തുടങ്ങിയ ഒട്ടേറെ കേസുകൾ സൈപ്രസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ഒട്ടേറെ പേർക്ക് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ മെയ്യിൽ ജർമ്മൻ ദമ്പതികർക്ക് വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം നഷ്ടമായ അന്വേഷണം എത്തിനിന്നത് സൈപ്രസിലാണ്. 3 ദശലക്ഷം യൂറോ, 31 കോടി രൂപയുടെ തട്ടിപ്പാണ് അന്ന് സൈപ്രസ് അധികൃതരും യൂറോപോൾ അടക്കമുള്ള രാജ്യാന്തര ഏജൻസികളും ചേർന്ന് കണ്ടെത്തിയത്. സൈപ്രസ്, ബൾഗേറിയ, അൽബേനിയ, ഇസ്രായേൽ, UK, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലാകെ വ്യാപിച്ചു കിടക്കുന്ന സംഘമാണിത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സൈപ്രസ് കേന്ദ്രമായ ഒരു കോൾ സെന്ററിൽ നിന്നാണ് കൊച്ചി വ്യവസായിയെ ബന്ധപ്പെട്ടിരുന്നതും പണം തട്ടിയതുമെന്നാണ് സൂചനകൾ. കൊച്ചി എളംകുളം കുമാരനാശാൻ നഗറിൽ താമസിക്കുന്ന 49-കാരനായ വ്യവസായിയെ ഡാനിയൽ എന്നു പരിചയപ്പെടുത്തി മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് പ്രത്യേക ട്രേഡിംഗിൽ നിക്ഷേപിക്കാനും ലാഭം കൊയ്യാനും പ്രേരിപ്പിക്കുന്നത്. കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേരിലായിരുന്നു ട്രേഡിംഗ്. തുടർന്ന് ഇതേ പേരിൽ തന്നെയുള്ള ഒരു ആപ്പും വ്യവസായിയെക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു. തുടക്കത്തിൽ 1.5 കോടി രൂപ വരെ വ്യവസായിക്ക് ലാഭം കിട്ടിയെന്നാണ് സൂചനകൾ. തുടർന്ന് കൂടുതൽ പണം നിക്ഷേപിക്കാനും വിവിധ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനുമുള്ള പ്രേരണയായി. ഇത്തരത്തിൽ 2023 മെയ് മുതൽ 2025 ഓഗസ്റ്റ് 29 വരെയുള്ള സമയത്ത് 96 ഇടപാടുകളിലൂടെ 24.76 കോടി രൂപ വ്യവസായി നിക്ഷേപിച്ചു. ഇതെല്ലാം ആപ്പിൽ കൃത്യമായി കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ആപ്പും ഇതിലെ വിവരങ്ങളുമെല്ലാം തട്ടിപ്പായിരുന്നു എന്ന് പിന്നീടാണ് വ്യക്തമായത്. ട്രേഡിംഗ് നടത്തി പരിചയമുള്ളയാളായിരുന്നു കൊച്ചിയിൽ പണം നഷ്ടപ്പെട്ട ആൾ. ഇത്തരത്തിൽ കേരളത്തിൽ മാത്രം 50-ലേറെ പേർക്കും രാജ്യത്താകെ 1000-ലധികം ആളുകൾക്കും പണം നഷ്ടമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ ബാങ്കിന്റെ 23 അക്കൗണ്ടുകളിലേക്കാണ് കൊച്ചി വ്യവസായിയുടെ പണമെത്തിയത്. ഇത് പിന്തുടർന്നുള്ള അന്വേഷണമാണ് സൈപ്രസ് സൂചന അന്വേഷണ സംഘത്തിന് നൽകിയത്. ഇന്ത്യ പോലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യത്ത് തട്ടിപ്പ് നടത്താൻ മലയാളം സംസാരിക്കുന്നവരെ അടക്കം മാഫിയ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ട്രേഡിംഗ് കമ്പനികളുമായി ചേർന്ന് വ്യാജ പരസ്യങ്ങൾ നൽകിയും ഈ മാഫിയ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ട്രേഡിംഗ് കമ്പനികളെ ആശ്രയിക്കുന്നവർ ഇതിൽ നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ വൻ തുകയ്ക്ക് മാഫിയയ്ക്ക് മറിച്ചു വിൽക്കുന്നതാണ് ഈ ഇടപാട്. ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപകളെ തേടി കോൾ സെന്ററിൽ നിന്ന് വിളികളെത്തുന്നതും. മുംബൈ നഗരത്തെ പിടിച്ചുകുലുക്കിയ വ്യാജ ബോംബ് ഭീഷണി സന്ദേശത്തിന് പിന്നിലെ ജ്യോതിഷി കുടുങ്ങിയത് സ്വാറ്റിന്റെ ചടുല നീട്ടത്തിൽ. പട്ന സ്വദേശിയായ 51-കാരൻ അശ്വിനി കുമാറിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ 5 വർഷമായി UPയിലെ നോയിഡയിൽ താമസിച്ചിരിക്കുകയായിരുന്ന അശ്വിനി കുമാർ തന്റെ പഴയ സുഹൃത്തിന് 8ന്റെ പണി കൊടുക്കാനാണ് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചത്. 2023 പട്നയിൽ വെച്ച് ഫിറോസ് തനിക്കെതിരെ കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് അശ്വിനി കുമാർ 3 മാസം ജയിലിൽ കിടന്നിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാനാണ് ഫിറോസിന്റെ പേരിൽ മുംബൈ ട്രാഫിക് പോലീസിന്റെ വാട്സപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് അശ്വിൻ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ചത്. പ്രതിയിലേക്ക് എത്താൻ മുംബൈ പോലീസ് ആദ്യം സഹായം അഭ്യർത്ഥിച്ചത് UP നോയിഡ പോലീസിനെയാണ്. CCTV ദൃശ്യങ്ങൾ, ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ബോംബ് ഭീഷണി സന്ദേശം അയച്ചത് അശ്വിനി കുമാറാണെന്ന് മുംബൈ പോലീസ് കണ്ടെത്തിയത്. നോയിഡയിലെ സെക്ടർ 79-ലാണ് പ്രതിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയത്. വൈകാതെ തന്നെ സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ടാക്ടിക്സ് SWAT സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയിൽ നിന്ന് 7 മൊബൈൽ ഫോണുകൾ, 3 സിം കാർഡുകൾ, 1-ലധികം ഡിജിറ്റൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ എന്നിവയും SWAT സംഘം കണ്ടെത്തി. ഇയാളെ പിന്നീട് മുംബൈ പോലീസിന് കൈമാറി. അശ്വിനി കുമാറിനെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 351 ക്രിമിനൽ ഭീഷണി ഉപവകുപ്പ് 3, 4 എന്നിവ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
അതേസമയം ബോംബ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആശ്വാസത്തിലാണ് മുംബൈ നിവാസികൾ. എന്നിരുന്നാലും ഗണേശോത്സവ ആഘോഷങ്ങളുടെ അവസാന ദിവസമായ ഇന്ന് മുംബൈ പോലീസ് വ്യാപക സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ANI റിപ്പോർട്ട് ചെയ്തു. ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ഗണേശ് വിഗ്രഹ നിമജ്ജനത്തിനുള്ള വഴികളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും AI സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിക്കുന്നുണ്ടെന്നും മുംബൈ പോലീസ് അറിയിച്ചു. നഗരം മുഴുവൻ പെട്രോളിംഗ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. നഗരത്തിൽ നിമജ്ജൻ ഘോഷയാത്ര അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 27-നാണ് ഗണേശോത്സവത്തിന്റെ ഭാഗമായ 10 ദിവസത്തെ ആഘോഷങ്ങൾ ആരംഭിച്ചത്. നഗ്നരായി എത്തി ഭീതി പരത്തുക, ഒറ്റയ്ക്കാണെന്നു കണ്ടാൽ സ്ത്രീകളെ വലിച്ചിറച്ച വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക, സിനിമാ കഥകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള ഭീതിയിലാണ് ഉത്തർപ്രദേശിലെ മീററ്റിന് സമീപത്തുള്ള ഗ്രാമങ്ങൾ. നഗ്നരായി സംഘം ചേർന്നെത്തുന്നതുകൊണ്ട് ഗ്രാമവാസികൾ ഈ അക്രമി സംഘത്തിന് ന്യൂഡ് ഗ്യാങ് അഥവാ നഗ്നസംഘം എന്ന പേര് നൽകി. തുടരെ സ്ത്രീകൾക്കെതിരെ അക്രമമുണ്ടായതോടെ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇതുവരെ അക്രമി സംഘത്തെക്കുറിച്ച് കാര്യമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലും ആൾപ്പാർപ്പില്ലാത്ത വിജനമായ മേഖലകളിലും തിരച്ചിൽ നടത്തുകയാണ് മീററ്റ് പോലീസ്. ദൗറയിലെ പെൺകുട്ടിക്ക് നേരെയാണ് ആദ്യം അക്രമമുണ്ടായത്. നീണ്ട കട്ടിമുടിയുള്ള 2 യുവാക്കളാണ് തന്നെ ആക്രമിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവാക്കൾ നഗ്നരായിരുന്നുവെന്നും വയലിലേക്ക് വലിച്ചിറച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പെൺകുട്ടി പറയുന്നു. ഒറ്റപ്പെട്ട സംഭവമാണെന്നു കരുതി ആദ്യഘട്ടത്തിൽ പോലീസ് കേസിന് കാര്യമായ ഗൗരവം നൽകിയിരുന്നില്ല. എന്നാൽ വൈകാതെ സംഗതി മാറി. ഭരാള ഗ്രാമത്തിൽ നിന്നുള്ള വീട്ടമ്മയായ സ്ത്രീയാണ് നഗ്നസംഘത്തിന്റെ അടുത്ത ആക്രമണത്തിന് ഇരയായത്. ജോലിസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവുകയായിരുന്ന സ്ത്രീയെ വഴിയിൽ വെച്ച് 2 യുവാക്കൾ ചേർന്ന് ബലമായി തൊട്ടടുത്ത വയലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. സ്ത്രീ ഉച്ചത്തിൽ നിലവിളിക്കുകയും യുവാക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും ചെയ്തു. നിലവിളി കേട്ട് ഓടിയെത്തിയ ഗ്രാമവാസികളാണ് സ്ത്രീയെ രക്ഷിച്ചത്. നഗ്നസംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് സ്ത്രീ ഗ്രാമീണരോട് പറഞ്ഞു. ഇതോടെ ഗ്രാമവാസികൾ എല്ലാ വശങ്ങളിൽ നിന്നും വയലുകൾ വഴഞ്ഞെങ്കിലും നഗ്നസംഘം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. യുവാക്കൾ 2 പേരും നിവസ്ത്രരായിരുന്നുവെന്നും ഇരുവർക്കും നീണ്ട കട്ടിമുടിയുണ്ടായിരുന്നുവെന്നും സ്ത്രീ പറഞ്ഞു. പിന്നാലെ മീററ്റിന് സമീപത്തെ മറ്റു 2 ഇടങ്ങളിലും ഇതേ സംഭവം ആവർത്തിച്ചു. തുടരെ 4 സ്ത്രീകൾക്കെതിരെ നഗ്നസംഘം ആക്രമണം നടത്തിയതോടെ പോലീസും വിഷയം ഗൗരവമായി പരിഗണിക്കാൻ തുടങ്ങി. ഇതോടെയാണ് പ്രതികൾക്കായി ഡ്രോൺ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. നിരീക്ഷണത്തിനായി CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം നഗ്നസംഘത്തിന്റെ ആക്രമണത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാണക്കേട് ഭയന്ന് നഗ്നസംഘത്തിന്റെ ആക്രമണങ്ങൾ പലരും പുറത്തു പറയുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ നഗ്നസംഘം ചിലർ പരത്തുന്ന കിംവദന്തിയാണെന്നാണ് മറ്റൊരു കൂട്ടം വാദിക്കുന്നത്. സർക്കാരിന്റെയും പോലീസിന്റെയും പ്രതിച്ഛായ തകർക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അതിന്റെ ഭാഗമാണ് നഗ്നസംഘത്തിന്റെ കഥ പ്രചരിപ്പിക്കുന്നതെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. 100 കണക്കിന് പേർക്ക് പണം നഷ്ടമായ പാതിവില തട്ടിപ്പു കേസിലെ അന്വേഷണം പാതിവഴിയിൽ അവസാനിക്കുമോ? കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന കൊച്ചി ക്രൈംബ്രാഞ്ച് SP MJ സോജനെ വിജിലൻസ് സ്പെഷ്യൽ SP ആയി മാറ്റി നിയമിക്കുകയും ചെയ്തു. കേസ് ഇനി അതതു ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്നാണ് സർക്കാർ തീരുമാനം. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് പാതിവില തട്ടിപ്പ്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് സീഡ് സൊസൈറ്റികൾ വഴിയും വിവിധ NGOകൾ വഴിയും കോടിക്കണക്കിന് രൂപ പിരിച്ചിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ സാധനങ്ങൾ നൽകാൻ കഴിഞ്ഞുള്ളൂ. തുടർന്ന് തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തു കൃഷ്ണൻ, നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദ്കുമാർ അടക്കമുള്ളവ അറസ്റ്റിലായി. ഇതുവരെ 1400 കേസുകളാണ് സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 500 കോടി രൂപയാണ് തട്ടിയതെന്നാണ് കണക്കെങ്കിലും കേരളമൊട്ടാകെ പിരിച്ചെടുത്ത തുക ഇതിന്റെ പല മടങ്ങു വരുമെന്നാണ് സൂചനകൾ. ചില കേസുകളിൽ അനന്തു കൃഷ്ണന് ജാമ്യം ലഭിച്ചെങ്കിലും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഭൂരിഭാഗവും സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയായത്. വ്യാപക പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. MJ സോജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എക്കണോമിക് ഒഫൻസ് വിംഗ്, ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, സൈബർ വിഭാഗം എന്നിവയിൽ നിന്നുള്ള 80 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 34 കേസുകൾ 12 ടീമുകളായി തിരിഞ്ഞ് അന്വേഷിക്കാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ആനന്ദ് കുടാറിന്റെ ജാമ്യഹർജി പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതിയിൽ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. ആനന്ദ്കുമാറിന് ജാമ്യം നൽകരുതെന്നും ഒട്ടേറെ കേസുകളിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുമായിരുന്നു
സംഘത്തിന്റെ ആവശ്യം. അതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ പിരിച്ചുവിടുന്നതും സംഘത്തലവനെ വിജിലൻസ് വിഭാഗത്തിലേക്ക് മാറ്റി നിയമിക്കുന്നതുമൊക്കെ. ഒട്ടേറെ കേസുകളാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളത് എന്നതിനാൽ തന്നെ വ്യത്യസ്തമായ യൂണിറ്റുകൾ അന്വേഷിക്കുന്നത് വഴി അന്വേഷണം ദുർബലമാകാൻ സാധ്യതയുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടാൽ കോടതിയിലും കേസ് നിലനിൽക്കില്ല എന്നുവരും. നിലവിൽ ഒരു കേസിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കേസിൽ അന്വേഷണ പുരോഗതിയില്ലെന്നാരോപിച്ച് പാതിവില തട്ടിപ്പിൽ പണം നഷ്ടമായവർ ഉത്രാട ദിവസം അനന്തു കൃഷ്ണന്റെ തൊടുപുഴ മുട്ടം ശങ്കരപ്പിള്ളിയിലുള്ള വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. കൊല്ലം ഓച്ചിറ റെയിൽവേ സ്റ്റേഷനു വടക്കുഭാഗത്ത് അമ്മയും മകനും ട്രെയിൻ തട്ടി മരിച്ചു. ശാസ്താംകോട്ട കാരാളിമുക്ക് വേങ്ങപ്രവണത്തിൽ വസന്ത 65, മകൻ ശ്യാം 45 എന്നിവരെ ഇന്ന് 12-ന് ഓച്ചിറ റെയിൽവേ സ്റ്റേഷൻ വടക്കേ പ്ലാറ്റ്ഫോമിന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടു.